പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ശഅബാൻ 15-ാം രാവുണ്ടല്ലോ, ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല. നിന്റെ പ്രയാസങ്ങൾ പറയാൻ, നിന്റെ ദുഃഖങ്ങൾ പറയാൻ, നിന്റെ വേദനകൾ പറയാൻ, നിന്റെ കടങ്ങളെ കുറിച്ച് പറയാ, നീ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സർവ്വകാര്യങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാനുള്ള രാത്രിയാണ് ശഅബാൻ 15. ബറാഅത്തിന്റെ രാവ്. ഉറങ്ങല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാത്രിയാണ് നീ ഹയാത്താക്കേണ്ടത്. സുബഹി വരെ നീ മറക്കരുത്. ആ ദിവസത്തിന്റെ പേരാണ് ലൈലത്തുൽ ഇജാബ. യാസീൻ ഓതുന്ന സമയത്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നീ ചെയ്യേണ്ട നിയ്യത്ത്. യാസീൻ ഓതുന്നത് എന്ത് നിയ്യത്തിലാണോ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടുന്ന് നിയ്യത്ത് ചെയ്യണം, അല്ലാഹ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനേ, നീ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ദീർഘായുസ് തരണേ എന്ന് മാത്രം ദുആ ചെയ്യരുത്. പിന്നെ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ? ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ, ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ. അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ഓതുന്നതിന് മുമ്പ് നീ ദുആ ചെയ്യണം, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. കണ്ടുകുടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല, സുഖിച്ച് നടക്കാനല്ല, ഇബാദത്ത് ചെയ്യാൻ മരിക്കുന്ന ദിവസം സ്വന്തം കൈകൊണ്ട് ഉദവെടുത്ത് അവസാനത്തെ വഖത്ത് കളയാകാതെ നിന്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദ് ചെയ്തിട്ട് മരിക്കാ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് ചെയ്യേണ്ട നിയ്യത്താ. അങ്ങനെ യാസീൻ ഓതി അത് കഴിഞ്ഞ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ അല്ലാഹുവേ എന്റെ റിസ്കിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് തരണം. എന്റെ ജീവിതത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ മാറ്റി തരണേ റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, കഴിക്കാൻ കഴിയണമല്ലോ, കഴിക്കാൻ കഴിയണമല്ലോ. എത്രയോ പേര് രോഗം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, താഴേക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയാത്തവരുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്, ഭക്ഷണം ഒരുപാടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം, നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാം വലിയ വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.